വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. വെറും 5 മിനിറ്റ് മാത്രം മതിയാകും നമുക്കിത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നല്ല പഴുത്ത തക്കാളി വേണം, അധികം പുളിയില്ലാത്തത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് ആദ്യം 2 പച്ചമുളക് ഈ ഒരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മളിത് ഒരു 1/2 കപ്പ് തൈര് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കട്ട തൈര് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് തൈരൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ഈ കറി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് അങ്ങനെ ഞെരടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ തൈര് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അതുവരെ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ നമ്മൾ മുഴുവനായിട്ടുള്ള ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവർ, നല്ല മണമൊക്കെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങി വരും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കിട്ടുന്നില്ല, ഇങ്ങടുത്ത് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരിത്തിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അങ്ങ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ തൈര് കറിക്ക് നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയമൊക്കെ നമ്മൾ ചെറിയ തീയിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഒരിക്കലും ഒഴിവാക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയവും തീ നല്ലോണം ചെറിയ തീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരും തക്കാളിയും പച്ചമുളകൊക്കെ ഇല്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കൈവിടാണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും, അതുകൊണ്ട് കൈവിടാണ്ട് തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള ആ ഒരു ബാക്കി തൈരും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്കിത് വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും ഇത് തൈര് തിളക്കാൻ പാടില്ല. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും, അതിൻ്റെ ആ ഒരു ടേസ്റ്റും പോകും. അപ്പോൾ കൈ വിടാണ്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല കട്ടിയിലുള്ള തൈര് കറിയ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിരുന്നാലും നല്ല കട്ടിയുള്ള തൈര് തന്നെയാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് തന്നെ തൈര് കറി നല്ല കട്ടി തന്നെ ഇരിക്കും. നല്ലൊരു ഇത്തിരി ലൂസാവാൻ വേണ്ടി മാത്രമാണ് കുറച്ച് വെള്ളം ഞാൻ ചേർത്തത്. വെള്ളം ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നോക്കുമ്പോൾ ഇതിൽ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. നമ്മൾ നേരത്തെ ഉള്ളി വാടാൻ വേണ്ടി ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഒരുപാടായി പോകരുത്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് ഉപ്പിൻ്റെ അങ്ങ് മുന്നിട്ട് നിൽക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തൈരിൻ്റെ പുളിക്ക് കണക്കായിട്ട് മാത്രമേ ഉപ്പ് പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ആ ഒരു ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ആ ഒരു എരിവും ഉപ്പും ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് കറി ആയത്. അപ്പോൾ നമുക്കിത് 2-3 ദിവസമൊക്കെ കഴിക്കാൻ പറ്റും, കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുളിയും ഉപ്പും എരിവും ഒക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചോറിന് കൂടെ മാത്രമല്ല, നമുക്ക് വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്